എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോഴും മാധ്യമങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ന് ആൻഡ്രോ അഗസ്റ്റിൻ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനത് വായിക്കാം. ഇങ്ങനെയാണ് ആൻഡ്രോ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. നാടിന് നാഴികക്കല്ലായി മാറുമായിരുന്ന ഒരു പദ്ധതി നടപ്പിലാക്കാൻ സഹായിക്കണമെന്ന സർക്കാരിന്റെ ആവശ്യത്തിന് നിരുപാധികം പിന്തുണ നൽകാൻ തീരുമാനിച്ചു എന്ന കുറ്റത്തിനാണ് ദിവസങ്ങളായുള്ള ഈ കല്ലേറും കുരിശേറ്റവും. ഒരേ മേഖലയിൽ ജോലി ചെയ്യുന്ന, ഞങ്ങൾക്ക് പകരം ഇതേ കാര്യം ചെയ്യാൻ അവസരമുണ്ടായിരുന്ന കേരളത്തിലെ സഹമാധ്യമങ്ങളാണ് ഈ വേട്ടയാടലിനും നേതൃത്വം നൽകുന്നതെന്ന കാര്യമാണ് ഏറ്റവും വേദനാജനകം. കിട്ടിയ അവസരത്തിൽ റിപ്പോർട്ടർ ടിവിയെ കുഴിച്ചുമൂടാൻ ഓവർ ടൈം പണിയെടുക്കുന്ന പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോടാണ് നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു. ദിവസങ്ങളായി നിങ്ങൾ നൽകി വരുന്ന വാർത്തകളിലെ വസ്തുത തെളിയിക്കാൻ നിങ്ങൾ തന്നെ ഉയർത്തിയ ഈ ആരോപണങ്ങൾ മുന്നോട്ട് വെക്കുന്നു. ഒന്ന്, അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി RBCക്ക് കരാറില്ല എന്ന് തെളിയിക്കാനാകുമോ? രണ്ട്, AFAക്ക് പണം നൽകിയത് അനുമതിയില്ലാതെയാണ് എന്ന വാർത്ത നൽകിയത് ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാണ്? മൂന്ന്, കള്ളപ്പണം വെളുപ്പിച്ചെന്ന ആരോപണം എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ? നാല്, പണം അയച്ചതിന് കേന്ദ്ര അനുമതി ഇല്ലായിരുന്നു എന്ന് തെളിയിക്കാൻ കഴിയുമോ? അഞ്ച്, AFAയിൽ നിന്നും 55 കോടി RBCക്ക് തിരികെ കിട്ടിയെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ആറ്, ഈ ആശയം സർക്കാരിന് മുന്നിൽ വെച്ച ഗോഡ് ആഡ് എന്ന കമ്പനിയുമായി RBCക്ക് എന്തെങ്കിലും ബന്ധമുള്ളതായി തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? പ്രിയപ്പെട്ട ഏഷ്യാനെറ്റ്, മനോരമ 24, മാതൃഭൂമി, മീഡിയ 1 തുടങ്ങിയ മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങൾ തന്നെ പ്രചരിപ്പിക്കുന്ന ഈ വാർത്തകളിലെ ഏതെങ്കിലും ഒരു വാദം തെളിയിക്കാൻ കഴിഞ്ഞാൽ 1 കോടി രൂപ പാരിതോഷികം നൽകാൻ ഞാൻ തയ്യാറാണ്. ഇതൊരു വലിയ വെല്ലുവിളിയാണ് കേട്ടോ. വരുന്ന 48 മണിക്കൂറിൽ തുറന്ന സംവാദത്തിന് തയ്യാർ. പൂർണ്ണമായും എഡിറ്റുകളില്ലാതെ അത് ലൈവ് ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ലൈവായി പ്രസിദ്ധീകരിക്കാൻ റിപ്പോർട്ടർ TV തയ്യാർ. വെല്ലുവിളി ഏറ്റെടുക്കുമോ? അത് കഴിഞ്ഞില്ലെങ്കിൽ മാധ്യമ വിചാരണ ചെയ്ത് ആളെ ശിക്ഷിക്കാൻ ഇത് വെള്ളരിക്ക പട്ടണമല്ല. നിങ്ങൾ പറഞ്ഞത് സത്യമെങ്കിൽ ഈ വെല്ലുവിളി ഏറ്റെടുക്കണം. ജനാധിപത്യ ഇന്ത്യയാണ് എന്നാണ് എന്തായാലും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒപ്പം സിന്ധു സൂര്യകുമാറിന് കൂടി ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടി ഞാനൊന്ന് വായിക്കാം. ഇങ്ങനെയാണ് സിന്ധുവിന് കൊടുത്തിട്ടുള്ള മറുപടി. സിന്ധുവിന്റെ ഒരു കാർഡ് ഇങ്ങനെയാണ് കേട്ടോ. ഒരു വാർത്തയുടെ കാർഡ് ഇങ്ങനെയാണ് കിടക്കുന്നത്. സർവം ഫൗൾ മെസ്സി, ആൻഡ്രോയെ കാക്കേണ്ടത് CPMന്റെ ദൗത്യമാകുമ്പോൾ എന്നൊക്കെയാണ് നമ്മുടെ സിന്ധു വെച്ച് പറയുന്നത്. സിന്ധു വെച്ചിന്റെ അടുത്ത് ഇങ്ങനെയാണ് കേട്ടോ ആൻഡ്രോ പറയുന്നത്. ഫൗളാണോ എന്നറിയാൻ മത്സരം മുഴുവനും കാണേണ്ട എഡിറ്റർ മാഡം. 2 ടീമുകൾ തമ്മിൽ കളിക്കുമ്പോൾ ഒരു കൂട്ടരുടെ മാത്രം കളി കണ്ട് ഫൗൾ വിളിക്കുന്നത് മര്യാദകേടല്ലേ? അങ്ങോട്ട് ഞാനൊരു 5 ചോദ്യം ചോദിച്ചിരുന്നു. അതിന് മറുപടി എന്തെങ്കിലും ഉണ്ടോ മാഡം? 30 കൊല്ലത്തെ പാരമ്പര്യം BJP പ്രസിഡന്റിന് തീരെഴുതി കൊടുത്തിട്ടില്ലെങ്കിൽ ആ വെല്ലുവിളി ഒന്ന് ഏറ്റെടുക്കാനുള്ള ആർജവം കാണിക്കണം. 2 കൂട്ടർക്കും പറയാനുള്ളത് കേൾക്കുന്നതിന്റെ പേരല്ലേ മാഡം നിങ്ങളൊക്കെ ഇടയ്ക്കും മുറയ്ക്കും മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന മാധ്യമ ധാർമ്മികത? അതോ 30 കൊല്ലം നാട്ടുകാരെ പഠിപ്പിച്ച് നിങ്ങൾ അത് മറന്നുപോയോ? ഇനിയെങ്കിലും നിങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുത്ത് ആൻഡ്രോ അഗസ്റ്റിനെ തറ പറ്റിക്കണം. അല്ലെങ്കിൽ നിങ്ങളൊക്കെ കള്ളന്മാരാണെന്ന് നാട്ടുകാർ